എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു, താര കൊടുത്ത നെക്ലേസ് താൻ വാങ്ങി കൊടുത്താന്നും പറഞ്ഞുകൊണ്ട് ശാരി കൊണ്ട് സരയുവിന് കൊടുക്കുന്നുണ്ട്. ഈ നെക്ലേസ് ഭയങ്കരമായിട്ട് സരയുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് ആ നെക്ലേസിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുവാണ് സരയു. ഈ സമയത്ത് ശാരി അങ്ങോട്ട് വന്നേ, അല്ല മോളെന്താ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ നെക്ലേസ് ഇതുവരെയായിട്ടും അമ്മ വാങ്ങി തന്നെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നെക്ലേസ് ആണെന്ന് പറയാം. ഇത് കേട്ടതും ശാരിയുടെ മുഖം അങ്ങോട്ട് മാറി. താര വാങ്ങിച്ചു കൊടുത്താണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അല്ല മോൾ ഈ നെക്ലേസിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണോ? കണ്ണാടിക്കകത്ത് നോക്കി എഴുന്നിട്ട് കാര്യമില്ല, പുറത്തൊക്കെ നമുക്കൊന്ന് ഇറങ്ങിയാലോ. പുറത്തിറങ്ങിയ ആൾക്കാരെങ്കിലും കാണട്ടെ എന്റെ മോളുടെ കഴുത്തെ കിടക്കുന്ന ഈ നെക്ലേസ്. അപ്പുറത്തെ വീട്ടിലെ അവറ്റകളെ കാണിക്കുകയും കൂടെ ചെയ്യാലോ. നല്ല കാര്യല്ലേ, മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതും കൂടെ അല്ലേ. അത് ശരിയാ, അമ്മ പറഞ്ഞ ഐഡിയ കൊള്ളാം. ഈ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ആര് കാണാനായിട്ടാ? വാമേ നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാ. ശാരിയുടെ മനസ്സിലുള്ള കാര്യം മറ്റൊന്നായിരുന്നു. കാരണം ഇവളെ കൊണ്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ താര കാണുള്ളൂ. കിരൺ പറഞ്ഞിരിക്കുന്ന കാര്യം താരാന്റി കാണണം എന്നുള്ളതാ. ഇവള് കഴുത്തേലിട്ട് കാണണമല്ലോ, കൊണ്ടേ കൊടുത്തോല്ലോ എന്നൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ശാരി അവളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ഈ സമയത്ത് സേനനും രൂപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. സേനൻ പറഞ്ഞു, താരയുടെ കാര്യം അതോർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇത്രയായിട്ട് പോലും സരയുവിന് അവളൊന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ലെന്ന് പറയാം. രൂപ ശരിയാ, ഞാനും താരനെ ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ അമ്മയുടെ മനസ്സ് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ആ വേദന സഹിച്ച് അവൾക്ക് വേണ്ടിയിട്ടാ ഇപ്പോഴും ജീവിക്കുന്നത്. വേറൊരു വിവാഹം പോലും കഴിക്കാതെ. എല്ലാത്തിനും കാരണം എന്റെ ആങ്ങളെന്ന് പറയുന്ന ദുഷ്ടനാ. ഈ സമയം സേനം പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, എല്ലാത്തടത്തും കാണും ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് ഇടങ്കോലിടാനായിട്ട് ഓരോരുത്തർ കാണും, അവരുടെ ജീവൻ നശിപ്പിക്കാനായിട്ട്. ഇനിയിപ്പൊ അങ്ങനെ പറ്റിയില്ലെങ്കിൽ എന്തേലും അസുഖത്തിന്റെ രൂപത്തിലോ എങ്കിലും സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ ജീവിതം. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച കാര്യമാണോ കല്യാണത്തിന് ശേഷം നമ്മൾ അകന്നു കഴിയുന്നത്? എത്രയോ വർഷം നമ്മൾ അകന്നു കഴിഞ്ഞ് പിന്നീടല്ലേ നമ്മൾ ഒരുമിച്ചത്. പക്ഷെങ്കിൽ ഇപ്പോഴും ഒരുമിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തില് ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ, അയാൾ ഇനി എപ്പോഴാണോ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ? ജോ പറഞ്ഞു, വരട്ടെ, അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. എന്റെ ആങ്ങളെന്ന് പറയുന്ന ദുഷ്ടൻ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ വെറുതെ പെടുത്തില്ല. എന്റെ ജീവിതത്തില് എന്തേലും തരത്തിലുള്ള അസ്വസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കൊണ്ടായിരിക്കും അയാളുടെ മരണം. ഇനി അകത്ത് പോയി കിടന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. പെട്ടെന്ന് സേന പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് പറയാം. പിന്നീട് ശാരി സരയും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് നടക്കാനെന്നും പറഞ്ഞ് രീതിയിൽ ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്താണ് അങ്ങോട്ട് കല്യാണിയും താരയും കൂടെ വരുന്നേ. കല്യാണിക്ക് അറിയായിരുന്നു ശാരി നേരെ സരയുവിനെ വിളിച്ച് പുറത്തിറക്കി ഇറക്കുമെന്ന്. കാരണം കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരണം, താരാന്റിക്ക് കാണണം എന്നുള്ളത്. അപ്പൊ അവർ രണ്ടുപേരും നിൽക്കുന്ന കണ്ടപ്പോ തന്നെ സരയു പറഞ്ഞു, നോക്കമ്മേ, അവളൊന്നും നിൽക്കുന്ന കണ്ടില്ലേ, അവളുടെ കൂടെ തന്നെ ഉണ്ട് എന്റെ അമ്മയാന്ന് പറഞ്ഞ് നടക്കുന്നവള്. നാണമില്ല, എപ്പൊ നോക്കിയാലും നമ്മുടെ വീണ്ടും മുന്നിൽ തന്നെയാണോ രണ്ടും കൂടെ കുറ്റിയടിച്ചിരിക്കുന്നത്. പിന്നീട് സരയും കൂടി ചെല്ലുവാണ്. സരയു എന്നിട്ട് താരയടിച്ചു, നിനക്ക് നാണമില്ല എന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കാനായിട്ട്? എവിടെ ഇറങ്ങിയാലും അപ്പോഴെല്ലാം വരും എന്റെ മുന്നിലേക്ക്. നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു നിങ്ങളുടെ മോളുള്ള ഞാനെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ എന്തെങ്കിലും ശല്യം ചെയ്ത് പുറകെ വരുന്നേ? ഇത് കണ്ടില്ലേ, ഈ നിൽക്കുന്നതാണ് എന്റെ അമ്മ. പറഞ്ഞ മനസ്സിലായല്ലോ. പിന്നെ ഇന്ന് എന്റെ പിറന്നാളാന്നും പറഞ്ഞോണ്ട് നിങ്ങൾ വലിയ ഗിഫ്റ്റും പൊഞ്ഞും വെച്ചോണ്ട് വന്നല്ലോ. അതെ, എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ അമ്മ എനിക്ക് നല്ല ഒന്നാന്തരം ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ട്. നോക്ക്, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല എന്റെ അമ്മ ഇത്രയും കാലം മേടിച്ചു തന്നെ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് എനിക്ക് മേടിച്ചു തന്നിരിക്കുന്നത്. എനിക്കിതൊക്കെ ചേരുമെന്ന് എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ടപ്പം താരനെ പതുക്കെ കല്യാണിയെ നോക്കുവാണ്. കല്യാണിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആകപ്പാടെ ശാരി നിന്ന് ഉരുകുവാണ്. സരുവിന് അറിയില്ലല്ലോ അത് വാങ്ങിച്ചു കൊടുത്ത ആള് താരയെന്നുള്ള സത്യം. ഈ സമയം കല്യാണി പറഞ്ഞു, അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? നിന്റെ അമ്മ നിനക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നീ കേട്ടോ. പിന്നെ ആന്റി നിനക്കൊരു ഗിഫ്റ്റുമായിട്ട് വന്നു, അത് നീ സ്വീകരിച്ചില്ല, അത് നിന്റെ അഹങ്കാരം എന്ന് പറയാം. പിന്നെ അഹങ്കാരം, ഒരു കാര്യം ചെയ്യുക, ആ ഗിഫ്റ്റ് മേടിച്ച് നീ എങ്ങെടുത്തോ. എനിക്ക് ഇവരുടെ ഗിഫ്റ്റ് ഒന്നും വേണ്ട. നാണമില്ലാതെ വന്ന് നിൽക്കുന്നു. എവിടെ പോയാലും അതെ, ഇങ്ങനെ ചില ശകുനങ്ങളൊക്കെ മുന്നിലേക്ക് വന്ന് നിൽക്കും. മാമേ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവറ്റകളുടെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയെന്ന് പറയാം. നല്ലൊരു ദിവസമായിട്ട് ആ നശിപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ വന്ന് കേറിക്കോളൂന്ന് പറയാം. ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു, അവരവിടെ നിന്നോട്ടം വേണം, നമുക്കിപ്പോ എന്താ, നമുക്ക് ഇതിലൂടെ അങ്ങ് നടക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം താരയുടെ കല്യാണി പറഞ്ഞു, എങ്ങനെയുണ്ട് ആന്റിക്ക് ഇപ്പൊ സന്തോഷമായില്ലേന്ന് ചോദിക്കും. സന്തോഷമായി നാങ്ങി അണിക്കുക.
കണ്ടില്ലേ, അവളുടെ മനസ്സിൽ ഇപ്പോഴും അത് കൊടുത്ത് ഷാരി ആന്റി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ആന്റിയുടെ ആഗ്രഹം നടന്നില്ലേ, ആന്റി കൊടുത്ത നെക്ലേസ് അവൾ ഇട്ടല്ലോ, അത് മാത്രമല്ല ആന്റിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് മതി മോളെ, ഇത്രയും കാലത്തെ എന്റെ ആഗ്രഹം അത് സാധിച്ചു. ഒരു ദിവസം അവളുടെ കൂടെ കിടന്നുറങ്ങണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു. ഇപ്പൊ പിറന്നാളിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അത് അവള് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നന്ദിയും കടപ്പാടും ഒക്കെ എങ്ങനെ പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല ആന്റി, ആന്റി സന്തോഷത്തോടെ പൊക്കോ എന്ന് പറയാണ്. പിന്നീട് പ്രകാശം നേരെ ചെല്ലുന്ന കാർത്തികയുടെ അരിയിലേക്കാണ്. അപ്പം വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കി. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ചെന്നിട്ട് പറഞ്ഞു, അല്ല എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ, മോളുള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് പറ്റിയത്. ഒരു പക്ഷെ മോളില്ലായിരുന്നെങ്കിൽ അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലായിരുന്നു പറയാ. ഈ നന്ദിയും കടപ്പാടും ഒക്കെ എങ്ങനെ മോളോട് വീട്ടണമെന്ന് പോലും എനിക്കറിയില്ലെന്ന് പറയാ. പെട്ടെന്ന് കാർത്തിക പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ സെന്റിമെന്റ്സ് ആന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. വിക്രം എന്ന് പറഞ്ഞ ആരാ? അച്ഛന്റെ മോനല്ലേ, അപ്പൊ പിന്നെ അവനെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ അവന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അവനൊരു ജോലിയൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. പ്രകാശം പറഞ്ഞു, ശരിയാ മോളെ, പക്ഷെ അറിയാലോ അവൻ അങ്ങനെ പുറത്തു പോയി ജോലി ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. അതിനെന്താ കുഴപ്പം, നമ്മുടെ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടല്ലോ, ഇവിടെ തന്നെ അവനൊരു ജോലി കൊടുത്താ പോരെ. എന്റെ മോളെ, എനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, നിന്റെ കാല് തൊട്ട് എനിക്ക് പന്തിക്കാനോ തോന്നുന്നു പറയാ. അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ, അറിയാലോ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം. പ്രകാശനം പറഞ്ഞു, എന്നാലും നിന്നെപ്പോ ഒരു മോൾ എനിക്ക് ജനിച്ചില്ലോ, ഉണ്ടായ രണ്ടെണ്ണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നൊന്നും എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം അവര് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേങ്കില് ഞാനിപ്പോൾ മോളുടെ നന്മ തിരിച്ചറിയുക. മോളെപ്പോ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പക്ഷെ ഞാൻ ഈ ഭൂമിക്ക് മീതെ കാണില്ലായിരുന്നു. എന്റെ മോന് ജയിലിൽ കിടന്ന് നരയിക്കും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ നന്ദിയും കടപ്പാടും എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും എന്ന് പറയാം. ശരി, അന്ന് അച്ഛൻ അങ്ങോട്ട് ചെല്ല, ഞാൻ ഇച്ചിരി തിരക്ക് പണിയാ, അതിനുശേഷം വിളിപ്പിക്കാന്ന് പറയാണ്. പിന്നീട് പ്രകാശൻ അങ്ങോട്ട് പോവാണ്. പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. ഈ സമയത്ത് ലക്ഷ്മിയുടെ കോള് വരുന്നേ. ആ ലക്ഷ്മിയുടെ കോള് വന്നപ്പം പെട്ടെന്ന് തിരിച്ചു, അമ്മ എവിടെയാന്ന് ചോദിക്കുക. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. എന്നാ ശരി, അമ്മ ഇങ്ങോട്ട് കയറി പോരാൻ പറയാണ്. അങ്ങനെ ലക്ഷ്മി അങ്ങോട്ട് കമ്പനിയിലേക്ക് വരുവാണ്. അങ്ങനെ ലക്ഷ്മി കമ്പനിയിലേക്ക് ആ സമയത്ത് വരുമെന്നോ അല്ലെങ്കിൽ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയാന്നുള്ള കാര്യമൊന്നും പ്രകാശൻ അറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ലാതെ പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നേ. അങ്ങനെ ലക്ഷ്മി കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ചോദിച്ചു, അതെ ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, അമ്മ കണ്ടോന്ന് ചോദിക്കും. ഞാൻ കണ്ടായിരുന്നു, അങ്ങനെ ആ സൈഡിൽ കൂടെ പോന്ന് ഞാൻ കണ്ടായിരുന്നു മോളെന്ന് പറയാ. ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ അയാൾ അറിയണ്ടേന്ന് ചോദിക്കാം. അല്ല മോളെ, അത് പെട്ടെന്ന് വേണമേ, ഇനി അധികം നാളിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. അയാളെ ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുന്നേ. എന്റെ അമ്മയെന്നുള്ള സത്യം ഇനി അയാൾ അറിയണം. ഇനിയാണ് അയാൾ തകർന്ന് തരിപ്പണമായി പോകുന്നത്. ഇത്രയും കാലം അയാൾ ചെയ്ത ദുഷ്ടത്തരത്തിനൊക്കെ അയാൾക്ക് നല്ല പണി തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നു പറയാം. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ മോളെ ഞാൻ കാത്തിരുന്നത്. എത്രയോ നാളുകളായിട്ട് എന്റെ ആഗ്രഹം, 10-25 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്നല്ലേ ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടെന്ന് പറയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. നാളെ ലക്ഷ്മിയും പ്രകാശനും തമ്മിൽ നേർക്കുനേർ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ കണ്ടുമുട്ടിയതിനു ശേഷം പ്രകാശന്റെ പ്രതികരണം എങ്ങനെയാന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. തകർന്ന് തരിപ്പണമായിപ്പോ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.